إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أنيب قال الله تعالى يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم أن هداكم للإيمان إن كنتم صادقين അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ജീവിതത്തിൽ അവന്റെ കൽപ്പന നിരോധനങ്ങൾക്ക് മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നാം ഈ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനവധിയായ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരാണ്, അനുഭവിക്കുന്നവരാണ്. പടച്ചവന്റെ സൗഭാഗ്യങ്ങളെ ജീവിതത്തിൽ ആശിക്കുന്നവരാണ്. അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. അത് സമ്പത്തായിരിക്കാം, ആരോഗ്യമാവാം, കുടുംബ ബന്ധങ്ങളാകാം, പദവികളാകാം. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യവും സമാധാനവും സുരക്ഷിതത്വവുമാകാം. ഈ രൂപത്തിൽ നിരവധി അനുഗ്രഹങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അനുഗ്രഹങ്ങളായി കണക്കാക്കുന്നുണ്ട്. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ അത് ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം അത് അനുഗ്രഹമായിട്ട് മാറുന്നുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. സമ്പത്ത് അതൊരു അനുഗ്രഹമായിട്ട് മാറുമായിരുന്നെങ്കിൽ ഖാറൂനിന് അത് അനുഗ്രഹമാകണമായിരുന്നു. ഖാറൂനിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ലോകത്ത് നശിക്കാൻ കാരണമായത് ആ സമ്പത്തായിരുന്നു. ഖാറൂനിന് ആ അനുഗ്രഹം സമ്പത്തായിരുന്നില്ല. അധികാരങ്ങളും പദവികളും അത് സ്വമേധയാ ഒരു അനുഗ്രഹമായിട്ട് മാറുമായിരുന്നുവെങ്കിൽ ഖാറൂനിനും ഹാമാനിനും അവരെ നാം അനുഗ്രഹീതരെന്ന് വിളിക്കേണ്ടി വരുമായിരുന്നു.
അവരൊരിക്കലും അനുഗ്രഹീതരായിരുന്നില്ല. ഈ ലോകത്ത് വലിയ പരാജിതരായിരുന്നു. പടച്ചവന്റെ ശാപത്തിന് ഇരയായ ആളുകളായിരുന്നു. ആരോഗ്യവും കയ്യൂക്കും ശാരീരിക ബലവും അത് സ്വമേധയാ നിരുപാധികം ഒരു അനുഗ്രഹമായിട്ട് മാറുമായിരുന്നെങ്കിൽ അത് സമൂത് ഗോത്രങ്ങൾ അനുഗ്രഹീതരായ ഗോത്രങ്ങളായി നാം അവരെ സ്മരിക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷക്കർഹരായ സമൂഹമായിരുന്നു അവര്. ഈ രൂപത്തിൽ ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും സൂറത്തുൽ മുദ്ദസ്സിറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ ജീവിച്ചിരുന്ന വളരെ വലിയ പ്രമാണിയായിരുന്ന ആളുകളൊക്കെയും അങ്ങേയറ്റം ആദരിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവിടുത്തെ ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്ന ഒരു വ്യക്തിയെ അതികഠിനമായി വിമർശിക്കുന്നത് കാണാൻ കഴിയും. ഭൗതികമായ ഒരു കണ്ണട വെച്ച് നോക്കുമ്പോൾ, ഭൗതികമായ അളവ് വെച്ച് അദ്ദേഹത്തെ അളന്നു നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂലോകത്തൊരു മനുഷ്യന് ലഭിക്കാൻ സാധ്യമായ സകല അനുഗ്രഹങ്ങളും അയാൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് തന്നെ. വജഅൽതു ലഹു മാലൻ മംദൂദ, നിലക്കാത്ത മുറിയാത്ത അതിബൃഹത്തായ സമ്പത്തിനുടമയായി ഞാൻ അയാളെ മാറ്റി. മംദൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മദ്ദ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീണ്ടത്, നീട്ടുക എന്നൊക്കെയാണ് അർത്ഥം. അയാളുടെ ആ സമ്പത്ത് നീട്ടപ്പെട്ടതായിരുന്നു. അതിങ്ങനെ സ്വയം വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണല്ലോ, സമ്പത്ത് ഒരു പരിധി കഴിഞ്ഞാൽ അത് പിന്നെ സ്വയം വളർന്നുകൊണ്ടേയിരിക്കും. ആ സമ്പത്ത് തന്നെയും അയാൾക്ക് വീണ്ടും വീണ്ടും സമ്പത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ രൂപത്തിൽ വജഅൽതു ലഹു മാലൻ മംദൂദ, നിലക്കാത്ത സമ്പത്തിന്റെ ഉറവിടങ്ങള് നാം അദ്ദേഹത്തെ ഉടമപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. വബനീന ശുഹൂദ, എല്ലാത്തിനും പോന്ന സന്താനങ്ങളെ നാം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. വെറും മക്കളെ നൽകിയെന്നതല്ല, ആൺമക്കളെ നൽകിയെന്നത് മാത്രമല്ല, ശുഹൂദൻ, എല്ലാത്തിനും പോകുന്ന സാക്ഷികളായി അദ്ദേഹത്തിന്റെ മുഖത്ത്, അദ്ദേഹത്തിന്റെ ഭവനത്തിൽ, അദ്ദേഹത്തിന്റെ കച്ചവടങ്ങളൊക്കെയും അതിനൊക്കെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ആ മക്കൾ അവിടെ തന്നെ ഉണ്ട്. ഒരുപക്ഷെ ചില ആളുകൾക്ക് മക്കളുണ്ടാകും, പക്ഷെ ഒരു ആവശ്യത്തിന് വരുമ്പോൾ ആ മക്കളെ ലഭിക്കുകയില്ല. പക്ഷെ ഈ വ്യക്തിയുടെ പ്രത്യേകത ഇത് വലീദ് ഇബ്നു മുഗീറയെ പറ്റിയാണ് എന്നാണ് മുഫസ്സിറുകളൊക്കെയും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം വലിയൊരു കവിയായിരുന്നു, അദ്ദേഹം വലിയ കച്ചവടക്കാരനായിരുന്നു, ഒരുപാട് കഴിവുകളുടെ ഉടമസ്ഥനായിരുന്നു. വിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് മനസ്സിലായിട്ടും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തതായിരുന്നു വലീദ് ഇബ്നു മുഗീറ ഇത്ര ശക്തമായി സൂറത്തുൽ മുദ്ദസ്സിറിലെ നിരവധി ആയത്തുകളിലൂടെ വിമർശിക്കപ്പെടാൻ കാരണക്കാരനായിട്ട് മാറിയത്. വമഹത്തു ലഹു തംഹീദ, പിന്നീട് ഖുർആൻ പറയാണ് എല്ലാ സൗകര്യങ്ങളും നാം അദ്ദേഹത്തിന് നൽകി. വമഹത്തു ലഹു തംഹീദൻ, എന്തൊക്കെ സൗകര്യങ്ങൾ ഈ ലോകത്ത് ഒരാൾക്ക് ആവശ്യമാണോ അതൊക്കെയും പേരും പദവിയും പ്രശസ്തിയും ഒക്കെ നാം അദ്ദേഹത്തിന് നൽകി. പക്ഷെ ഈ വലീദ് ഇബ്നു മുഗീറയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് സൂറത്തുൽ മുദ്ദസ്സിറിൽ പറയുന്നത് സഉസ്ലിഹി സഖർ, കരിച്ചു കളയുന്ന നരകത്തിലേക്ക് നാം അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. സഉർഹിഖുഹു സഊദ, അതികഠിനമായ വേദനകളെ അനുഭവിപ്പിക്കുന്നതാണ്. അപ്പൊ വലീദ് ഇബ്നു മുഗീറയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതൊരു അനുഗ്രഹമായിട്ട് മാറിയിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ സമ്പത്തും സന്താനങ്ങളും പദവികളും വലീദ് ഇബ്നു മുഗീറക്ക് അനുഗ്രഹമായിട്ട് മാറാതിരുന്നത്? എന്തുകൊണ്ടാണ് ഫിറഔനിന് ആ അധികാരവും സമ്പത്തും അനുഗ്രഹമായിട്ട് മാറാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം അതിലേക്ക് ചേർന്നില്ല എന്നതാണ്. അത് ഹിദായത്ത് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഹിദായത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം ഈ വക അനുഗ്രഹങ്ങളിലേക്കൊന്നും ചേർന്ന് വരാതിരുന്നു കഴിഞ്ഞാൽ ഈ ലോകത്ത് നമ്മളിൽ നേടുന്ന സകലതും അത് നമുക്ക് തന്നെ പാരയായിട്ട് മാറും, എതിരായിട്ട് മാറും. അത് നമ്മുടെ തന്നെ നാശത്തിന് കാരണമായിട്ട് മാറും. അപ്പോ ഈ ലോകത്ത് നമുക്ക് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച്, അള്ളാഹു നമുക്ക് നൽകുന്ന സൗഭാഗ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിലമതിക്കാനാകാത്ത സൗഭാഗ്യം അത് ഹിദായത്താണ്, അത് സന്മാർഗമാണ്. ഒരു പക്ഷേ നാം വില കുറച്ച് കാണുന്ന, നാം ആ അർത്ഥത്തിലുള്ള ഒരു പരിഗണനയും ജീവിതത്തിൽ നൽകാത്ത ഒന്നാണ് സന്മാർഗം എന്ന ഹിദായത്ത് എന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറാബികളായ ചില ആളുകളുടെ വർത്തമാനത്തെ പറ്റി സൂറത്ത് ഹുജറാത്തിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ദുർബല വിശ്വാസികളായിരുന്ന ഈ അറാബികൾ ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്നത് വലിയൊരു കാര്യമായിട്ട് കാണുകയും ആ ഒരു മനോഭാവത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പെരുമാറുകയും ചെയ്തപ്പോൾ അതിശക്തമായി വിശുദ്ധ ഖുർആൻ അവരെ തിരുത്തുന്നുണ്ട്. യമുന്നൂന അലൈക അസ്ലമു, പ്രവാചകരെ താങ്കളോട് ഞങ്ങൾ മുസ്ലിമായി എന്നത് വലിയൊരു കാര്യമായി,
പടച്ചവനോടും റസൂലിനോടും അവരെന്തോ വലിയൊരു ഔദാര്യം ചെയ്തതുപോലെ അവർ താങ്കളോട് പെരുമാറുന്നു. എടുത്തു പറയുന്നു, യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും. പ്രവാചകരെ, അവരോട് പറയുക, ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ ഇങ്ങനെ മുസ്ലിമീങ്ങളായി എന്നതോ നിങ്ങൾ ഇസ്ലാം പുൽകി എന്നതോ നിങ്ങൾ ഹിദായത്തിലായി എന്നതോ അത് നിങ്ങൾ ആരോടോ ചെയ്ത ഒരു ഔദാര്യമായിട്ട് നിങ്ങൾ എടുത്തു പറയേണ്ട ഒന്നല്ല. അങ്ങനെ എന്നോട് നിങ്ങൾ എടുത്തു പറയേണ്ടതില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാനി ഇൻ കുൻതും സാദിഖീൻ. ബലില്ലാഹു യമുന്നു അലൈക്കും, മറിച്ച് അല്ലാഹു ആണ് നിങ്ങളോട് ഔദാര്യം ചെയ്തിരിക്കുന്നത്. അള്ളാഹു നിങ്ങളോട് ഔദാര്യം ചെയ്തിരിക്കുകയാണ്. അൻ ഹദാകും ലിൽ ഈമാൻ, ഈമാനിലേക്ക് വഴിതെളിച്ചുകൊണ്ട്, ഈമാനിന്റെ വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് ആ മാർഗത്തിലേക്ക് നിങ്ങളെ വഴി നടത്തി അള്ളാഹു നിങ്ങളോട് ഒരു ഔദാര്യം ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നൊരു ചിന്തയുണ്ട്. നന്മകൾ ചെയ്യുമ്പോൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എന്തോ ഒരു ഔദാര്യം പടച്ചവനോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റസൂലിനോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഇസ്ലാമിനോട് ഞാൻ എന്തോ വലിയൊരു എന്റെ ഒരു ദാനം ഇസ്ലാമിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്, വലിയൊരു സഹായം ഈ ഇസ്ലാമിന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന രൂപത്തിൽ നമ്മൾ ചിലപ്പോൾ പെരുമാറാറുണ്ട്. അങ്ങനെയുള്ള മനോഭാവം നമ്മളിലേക്ക് കടന്നു വരാറുണ്ട്. അവിടെയാണ് ഈ ആയത്ത് നമ്മൾ ഓർക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞത്, വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ, അപ്രകാരം നിനക്ക് നാം നമ്മുടെ കൽപ്പനയാൽ ഒരു ചൈതന്യമാർന്ന ഒരു സന്ദേശം ബോധനം നൽകിയിരിക്കുന്നു. മാ കുന്ത തദ്രി മൽ കിതാബു വലൽ ഈമാൻ, താങ്കൾക്ക് അറിയുമായിരുന്നില്ല എന്താണ് ഗ്രന്ഥം, എന്താണ് ഖുർആൻ, വലൽ ഈമാൻ, ഈമാൻ എന്താണ്, വിശ്വാസം എന്താണ് എന്നൊന്നും താങ്കൾക്ക് അറിയുമായിരുന്നില്ല. അത് നാമാണ് നിങ്ങൾക്ക് നൽകിയത്, നാമാണ് പ്രവാചകരെ നിനക്ക് ഹിദായത്ത് നൽകിയത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നതായിട്ട് കാണാൻ കഴിയും. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, അപ്രകാരം ആ സന്മാർഗത്തെ നാം ഒരു പ്രകാശമാക്കിയിരിക്കുന്നു. നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, നാം ഉദ്ദേശിക്കുന്ന അടിയാറുകൾക്ക് അത് മുഖേന നാം ഹിദായത്ത് നൽകുന്നു, എല്ലാവർക്കും അല്ല. നാം ഉദ്ദേശിക്കുന്ന, അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കുന്നു. ഹിദായത്തിനെ സംബന്ധിച്ച് വളരെ വികലമായ സങ്കല്പങ്ങളാണ് നമുക്കുള്ളത്. ഹിദായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കസ്റ്റഡിയിലുള്ള എന്തോ ഒരു സാധനമാണ്. അത് ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അത് എന്റെ അധീനതയിലാണ്, എന്റെ സ്വാധീനത്തിലാണ്. അത് ഞാൻ ഇഷ്ടമുള്ളപ്പോൾ ചില ആളുകൾക്ക് നൽകും, ഞാൻ ഇഷ്ടമുള്ളപ്പോൾ ചില ആളുകളിൽ ഞാനത് ഊരിയെടുക്കും, ചില ആളുകളെ ളാലിമീങ്ങളാക്കും, കാഫിരീങ്ങളാക്കും. ഈ രൂപത്തിൽ ഹിദായത്തിനെ സംബന്ധിച്ച വളരെ വികലമായ വികൃതമായ സങ്കല്പമാണ് നാം പേറിയിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഹിദായത്തിന്റെ കസ്റ്റോഡിയൻ എന്നത്, ഹിദായത്ത് അത് അള്ളാഹുവിന്റെ പ്രോപ്പർട്ടിയാണ്. ഇന്നൽ ഹുദാ ഹുദല്ലാഹ്, അത് അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒരു കാര്യമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം നൽകുന്ന ഒന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണഗതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിക്കുകയോ ആശിക്കുകയോ പ്രവാചകന് വല്ല സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആശയവും ആ ആഗ്രഹവും ആ സന്ദേഹവുമെല്ലാം വലിയ രീതിയിൽ പരിഗണിക്കുമായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അതിന് ഒരുപാട് തെളിവുകൾ കാണാൻ കഴിയും. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ ഫലനവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ. മദീനയിലേക്ക് ഹിജ്റ ചെയ്ത സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു വേദനയായിരുന്നു കഅബയിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കാനുള്ള ഒരു ഭാഗ്യം വേണ്ടിയിരുന്നു എന്നത്. കഅബ ഖിബലയായിട്ട് വേണമായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രഹസ്യമായി പ്രവാചകന്റെ മനസ്സിൽ താലോലിച്ചിരുന്ന പ്രവാചകന്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് പ്രവാചകൻ പ്രാർത്ഥിച്ചു എന്ന് പോലും വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നില്ല. പ്രവാചകന്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് കഅബയെ ഖിബലയാക്കി നിശ്ചയിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ആയത്ത് സൂറ ബഖറയിൽ കാണാൻ കഴിയും. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ. പ്രവാചകരോടുള്ള അല്ലാഹുവിന്റെ സ്നേഹം നോക്കുക. പ്രവാചകനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ, ഈ ഒരു ആശ വെച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കുന്ന താങ്കളുടെ മുഖം നാം കണ്ടിരിക്കുന്നു. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ, അതുകൊണ്ട് ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ, താങ്കൾ തൃപ്തിപ്പെടുന്ന ആ ദിശയിലേക്ക്, ആ ഖിബലയിലേക്ക് താങ്കൾ തിരിഞ്ഞുകൊള്ളുക, മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞുകൊള്ളുക എന്ന് പറയുന്നതിന് തൊട്ടുമുന്നേ ആയി വിശുദ്ധ ഖുർആൻ പറയുന്നത്, പ്രവാചകരെ താങ്കൾ തൃപ്തിപ്പെടുന്ന ആശിക്കുന്ന ആ ദിശയിലേക്ക്, ആ ഖിബലയിലേക്ക് താങ്കൾ താങ്കളുടെ മുഖത്തെ തിരിക്കുക. മറ്റൊരിടത്ത് കാണാൻ കഴിയും സൂറത്തുൽ അഹ്സാബിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ അതിഥികളായി പല നേരവും ആളുകൾ എത്തുമായിരുന്നു. ആളുകൾ പ്രവാചകന്റെ വീട്ടിൽ കയറുകയും രാത്രി നീളുവോളം അവിടെ തന്നെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രവാചകന് വലിയ പ്രയാസം ഉണ്ടാകുമായിരുന്നു.
അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പറ്റി നമുക്കറിയാം, അദ്ദേഹം അങ്ങേയറ്റത്തെ മാന്യനാണ്. ഒരർത്ഥത്തിലും ആരോടും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാറില്ല. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്ത് അവതരിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂതൻ നബിയ്യി ഇല്ലാ അൻ യുഅ്സന ലക്കും എന്ന് പറഞ്ഞുകൊണ്ട്, മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് അനുവാദം നൽകപ്പെട്ടാലല്ലാതെ പ്രവാചകന്റെ ഭവനങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാതിരിക്കുക. ഇലാ ത്വാമിൻ ഗൈറ നാദിരീന ഇനാ, ഇനി അഥവാ നിങ്ങൾ അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെയും ഭക്ഷണമായോ എന്ന് നോക്കി നിങ്ങൾ അവിടെ കാത്തിരിക്കരുത്. വലാകിൻ ഇദാ ദുഈതും, നിങ്ങൾ ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫദ്ഖുലു, അപ്പോൾ നിങ്ങൾ പ്രവേശിക്കുക. ഫഇദാ ത്വഇംതും ഫന്തശിറു വലാ മുസ്തഅനിസീന ലിഹദീസ്, അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിരിഞ്ഞു പോവുക. രാത്രി നീളുവോളം അവിടെ നിങ്ങൾ സംസാരത്തിലായിരിക്കരുത്. കാരണം ഇന്ന ദാലികും കാന യുസിൻ നബിയ്യ ഫയസ്തഹി മിൻകും, അത് റസൂലിനെ വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഫയസ്തഹി മിൻകും, അത് പറയാൻ അദ്ദേഹം ലജ്ജിക്കുകയാണ്. പക്ഷേ വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, സത്യം പറയുന്ന വിഷയത്തിൽ അള്ളാഹുവിന് യാതൊരു മടിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്താണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ രൂപത്തിൽ പ്രവാചകന്റെ ചെറിയ ചെറിയ പ്രയാസങ്ങളാകട്ടെ, ആഗ്രഹങ്ങളാകട്ടെ, ആശകളാകട്ടെ, പ്രവാചകൻ അള്ളാഹുവിനോട് ചോദിക്കാതെ തന്നെ അത് നൽകുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരാഗ്രഹം, ഒരു ആശ, അത് അള്ളാഹു പരിഗണിക്കാത്തതായി നമുക്ക് കാണാൻ കഴിയും. അതിൽ അള്ളാഹു ഒരിക്കലും ഒരു പരിഗണനയും നൽകുന്നില്ല. അത് അദ്ദേഹം ആശിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കണമെന്ന റസൂലിന്റെ ആഗ്രഹമായിരുന്നു. തന്റെ പിതൃവ്യനായ അബൂ താലിബ് ഇസ്ലാമിന് വേണ്ടി, ദീനിന് വേണ്ടി, തനിക്ക് വേണ്ടി ഒരുപാട് യാതനകളും പ്രയാസങ്ങളും സഹിച്ചു. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രവാചകൻ തേങ്ങി തേങ്ങി പറയുകയാണ്, ഒന്ന് ആ ഷഹാദത്ത് ഉച്ചരിക്കുക, ഒന്ന് ഇസ്ലാം സ്വീകരിക്കുക. പക്ഷേ അള്ളാഹു ആ തത്വം പ്രവാചകനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, പ്രവാചകരെ, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ അങ്ങനെ താങ്കൾക്ക് ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, മറിച്ച് അള്ളാഹു ആരെ ഉദ്ദേശിക്കുന്നുവോ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ അവൻ ഹിദായത്ത് നൽകുകയുള്ളൂ. അത് ഏത് റസൂലാണെങ്കിൽ പോലും ആ റസൂൽ എത്ര ആശിച്ചാലും ആഗ്രഹിച്ചാലും അത് അള്ളാഹു നടപ്പിൽ വരുത്തുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ ഈ ഹിദായത്ത് എന്ന് പറയുന്നത് എത്രമാത്രം വിലമതിപ്പുള്ള, വിലപിടിപ്പുള്ള, മൂല്യമുള്ള ഒരു വസ്തുവാണ്, ഒരു കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. പ്രവാചകൻ കൊണ്ട് അത് കുറച്ചുകൂടി കടന്നുകൊണ്ട് സൂറ ബഖറയിൽ പറയുന്നുണ്ട്, ലൈസ അലൈക ഹുദാഹും, അവരുടെ ഹിദായത്തിന്റെ ഉത്തരവാദിത്തം താങ്കളുടെ മേലല്ല. ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അള്ളാഹുവിനാണ് ഹിദായത്തിന്റെ ഉത്തരവാദിത്തമുള്ളത്. ഹിദായത്തിന്റെ ഉത്തരവാദിത്തം താങ്കളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. മറിച്ച് ഏത് ഉത്തരവാദിത്തമാണ് താങ്കൾ ഏൽപ്പിച്ചിട്ടുള്ളത്? ഫദക്കിർ ഇന്നമാ അൻത മുസക്കിർ, താങ്കൾ മുന്നറിയിപ്പ് നൽകുക, ഓർമ്മപ്പെടുത്തുക, ഉത്ബോധനം ചെയ്യുക. ഇന്നമാ അൻത മുസക്കിർ, താങ്കൾ ഒരു മുസക്കിർ മാത്രമാണ്. അവർക്ക് ഹിദായത്ത് നൽകാനുള്ള അവകാശമോ അധികാരമോ അതിനുള്ള കഴിവോ ഒരിക്കലും അള്ളാഹു താങ്കൾക്ക് നൽകിയിട്ടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്. ഇത് പ്രവാചകനോട് മാത്രമുള്ള സമീപനമല്ല, എല്ലാ പ്രവാചകന്മാരോടുമുള്ള പടച്ചവന്റെ സമീപനമായിരുന്നു ഇത്. സൂറ തഹരീമിൽ കാഫിരീങ്ങളുടെ ഉപമയായിട്ട് രണ്ട് സ്ത്രീകളെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നുണ്ട്. ഈ ലോകത്തുള്ള കാഫിരീങ്ങളുടെ ഉപമയായിട്ട്, അവർക്കുള്ള ഉദാഹരണമായിട്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന രണ്ട് സ്ത്രീകൾ അബൂലഹബിന്റെയോ അബൂജഹലിന്റെയോ ഭാര്യമാരല്ല, മറിച്ച് ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹി വഇംറഅത ലൂത്ത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ 900 ചില്ലാനം വർഷം പണിയെടുത്ത നൂഹ് നബി അലൈഹിസ്സലാമയുടെയും അതുപോലെ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെയും സ്വന്തം ഭാര്യമാരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള കാഫിരീങ്ങൾക്ക് ഉപമയായി കൊണ്ടുവന്നിരിക്കുന്നത്. ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹി വഇംറഅത ലൂത്ത്, എന്തായിരുന്നു അവരുടെ പ്രത്യേകത? കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ, എന്റെ സച്ചരിതരായ രണ്ട് ദാസന്മാരുടെ കീഴിൽ ജീവിച്ചവരായിരുന്നു അവർ. പക്ഷേ അതുകൊണ്ട് ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈഅ, അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊരിക്കലും ഒരു കാരണമല്ല. തൊട്ടടുത്ത ആയത്തിൽ മുഅ്മിനീങ്ങൾക്കുള്ള ഉപമയായി, ഉദാഹരണമായി രണ്ട് സ്ത്രീകളെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമതായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഏതെങ്കിലും പ്രവാചകന്റെ ഭാര്യയായിരുന്നില്ല. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, ഈ ലോകത്ത് ദാലിമീങ്ങളുടെയും സ്വേച്ഛാധിപതികളുടെയും എല്ലാവരുടെയും നേതാവായി നമ്മൾ കണക്കാക്കുന്ന സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യ ആസിയയാണ് വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങൾക്കുള്ള മാതൃകയായി ഒരു സ്ത്രീയാണ് വിശുദ്ധ ഖുർആൻ കൊണ്ടുവരുന്നത്. ആമനു ഇംറഅത ഫിർഔൻ,
അവരെ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, മറിയം ബീവിയുടെ കൂടെ അവരെ ചേർത്ത് വെച്ചു എന്ന് മാത്രമല്ല, അവരുടെ ഒരു പ്രാർത്ഥന, അവരുടെ മനസ്സിൽ ഫിറഔനിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോ, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കൊടിയ പീഡനങ്ങൾ ഫിറഔനിന്റെ ഭാഗത്ത് നിന്ന് അനുഭവിക്കേണ്ടി വന്നപ്പോ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചില ആശകൾ അള്ളാഹുവിനോട് ആസ്യ പങ്കുവെക്കുന്നുണ്ട്. ആ ആശകൾ പോലും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചേർത്ത് വെച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഈ വേദനകൾ ഞാൻ സഹിക്കാം, എന്നാൽ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്റെ അടുക്കൽ നീ എനിക്കൊരു ഭവനം പണിതു തരണം എന്ന് ആസിയ ബീവി പ്രാർത്ഥിച്ച ആസിയ ബീവിയുടെ സ്വപ്നവും ആശ പോലും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആരുടെ കൂടെയാണ് ജീവിതത്തിന്റെ ബഹുസമയവും ആസിയ ബീവി ചെലവഴിച്ചത്? സാക്ഷാൽ ഫിറഔനിന്റെ നരാധമനായിരുന്ന അക്രമകാരിയായിരുന്ന ഫിറഔനിന്റെ കൂടെയാണ് ആസിയ ജീവിതം ചെലവഴിച്ചത്. പക്ഷേ എങ്ങനെയാണ്? അതാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. ഹിദായത്തിന് ഒരിക്കലും അതിന് സഹവാസം അതൊരു അടിത്തറയല്ല, കുടുംബബന്ധം അതിനൊരു അടിസ്ഥാനമല്ല, സമ്പത്ത് അതിനൊരു അടിസ്ഥാനമല്ല, പ്രസ്ഥാനം അതിനൊരു അടിസ്ഥാനമല്ല, നാട് അതിനൊരു അടിത്തറയല്ല. അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അമൂല്യമായ ഒന്നാണ്. നൂഹ് നബി അലൈഹിസ്സലാം പടച്ചവനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ തന്റെ മകന് വേണ്ടിയിട്ട്. ഇത്ര വർഷക്കാലം പടച്ചവന് വേണ്ടി പണിയെടുത്ത നൂഹ് അവസാനം കപ്പലിൽ കയറി രക്ഷപ്പെടുന്ന സമയത്ത് ഇർക്കം മാന, പൊന്നുമോനെ ഞങ്ങളുടെ കൂടെ കയറൂ എന്ന് പറഞ്ഞ മകൻ കയറുന്നില്ല. ആ സമയത്ത് അള്ളാഹുവിനോട് നൂഹ് നബി പറയുന്നുണ്ട്, ഇന്ന ബിനി മിൻ അഹ്ലി, അള്ളാഹുവെ എന്റെ മകൻ എന്റെ മോൻ എന്റെ കുടുംബത്തിൽപ്പെട്ടതല്ലേ. പടച്ചവൻ പറയാണ്, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അത് നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, അത് നിന്റെ അഹ്ലുകാരിൽ പെടുത്തേണ്ടവനുമല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമ. നിനക്ക് അറിവില്ലാത്ത കാര്യത്തെ വളരെ രൂക്ഷമായിട്ടാണ് പരുഷമായിട്ടാണ് പടച്ചവൻ നൂഹ് നബിയോട് പ്രതികരിക്കുന്നത്. ലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമ, നിനക്ക് അറിവില്ലാത്ത കാര്യത്തെ പറ്റി എന്നോട് നീ ചോദിക്കരുത്. ഉടനെ അദ്ദേഹം പടച്ചവനിലേക്ക് ഖേദിച്ചു മടങ്ങാൻ, റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലി ബിഹി ഇൽമുൻ, എനിക്ക് അറിവില്ലാത്ത കാര്യത്തെ പറ്റി പടച്ചവനെ നിന്നോട് തേടുന്നതിൽ നിന്ന് ഞാനിതാ കാവൽ തേടണം. അപ്പൊ ഹിദായത്ത് നമ്മൾ ആലോചിക്കുക, വീണ്ടും വീണ്ടും ആലോചിക്കുക. ഏത് വിഷയത്തിലാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമയെ അള്ളാഹു ശകാരിച്ചത്? ഏത് വിഷയത്തിലാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമയെ പടച്ചവൻ തിരുത്തുന്നത്? അത് ഹിദായത്തിന്റെ വിഷയത്തിലാണ്. അത് പൂർണ്ണാർത്ഥത്തിലും അള്ളാഹുവിന്റെ കൈകളിലാണ്. അതിന്റെ വിലയും നിലയും നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചില പുതുവിശ്വാസികളുടെ അടുക്കലേക്ക് നമ്മൾ പോവുക. അവരോട് ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അവർ പറയും, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സമ്പത്തല്ല, എന്തെങ്കിലും ഉദ്യോഗങ്ങളിൽ എത്തിപ്പെടുക എന്നുള്ളതല്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ ഏറെ സ്നേഹിക്കുന്ന എന്റെ മാതാവ് ഒന്ന് ഇസ്ലാം സ്വീകരിക്കണം, എന്റെ വാപ്പ ഒന്ന് ഇസ്ലാം സ്വീകരിക്കണം, എന്റെ സഹോദരങ്ങൾ ഇസ്ലാമിലേക്ക് വരണം, എനിക്ക് സ്വതന്ത്രമായി എന്റെ ഭവനത്തിൽ നമസ്കരിക്കാൻ പറ്റണം, എനിക്ക് ഹിജാബ് ധരിക്കാൻ പറ്റണം. ഇതൊക്കെയായിരിക്കും അവരുടെ മനസ്സിലുള്ള അവർക്ക് ആലോചിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. അത് ആ ഹിദായത്തിന് വേണ്ടി അവരെന്തും ത്യജിക്കാൻ തയ്യാറാണ്. അവർ സമ്പത്ത് ത്യജിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ ചരിത്രത്തിലും ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ സമ്പത്ത് ത്യജിക്കാൻ തയ്യാറാണ്, അവർ ജീവൻ ത്യജിക്കാൻ തയ്യാറാണ്, കുടുംബബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കാൻ തയ്യാറാണ്, എന്തും വേണ്ടെന്ന് വെക്കാൻ. പക്ഷേ ഹിദായത്ത് അതിന് പകരമാകില്ല. അതെന്തുകൊണ്ടാണ്? ആ ഹിദായത്തിന്റെ വില, അതിന്റെ നില അവർ അനുഭവിച്ചു, അത് അവർ മനസ്സിലാക്കി. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഹിദായത്തിന് ഇന്നും നമ്മൾ ആർത്ഥത്തിലുള്ള ഒരു സ്ഥാനവും മാനവും നമ്മൾ കൽപ്പിക്കുന്നില്ല എന്നതാണ്. വളരെ വളരെ ലഘുവായിട്ടാണ് നമ്മൾ ഹിദായത്ത് പൂർണ്ണമായി ഇരിക്കുന്നു എന്ന് നമ്മൾ കരുതിയിരിക്കുന്നത്. നമ്മൾ ഹിദായത്ത് നമ്മിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. വളരെ അഹങ്കാരത്തോടു കൂടിയാണ് നമ്മൾ ഹിദായത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥ മുഹ്തദീങ്ങളെ സംബന്ധിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശരിക്കും ഹിദായത്ത് ലഭിച്ച ആളുകൾ ഏത് രൂപത്തിലായിരുന്നു ഹിദായത്തിനെ കണ്ടിരുന്നത് എന്ന് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഫിറഔൻ തന്റെ അഭിമാന പ്രശ്നമായിട്ട് കണ്ടിരുന്ന മൂസയുമായിട്ട് നടന്ന വലിയൊരു സംവാദം, അതില് മൂസ അലൈഹി ഇസ്ലാമയെ പരാജയപ്പെടുത്താൻ അദ്ദേഹം വിളിച്ചു വരുത്തുന്ന സാഹിര്യങ്ങൾ, മജീഷ്യൻസ്, അദ്ദേഹം വിളിച്ചു വരുത്തുന്ന ജാലവിദ്യക്കാര്, ആ ജാലവിദ്യക്കാർക്ക് സത്യം മൂസ അലൈഹി ഇസ്ലാമയുടെ ഭാഗത്താണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ ആ നിമിഷം തന്നെയും അവർ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ആ ഇസ്ലാം സ്വീകരിച്ചപ്പോഴേ ഫിറഔൻ അവരോട് പറയുന്ന ഒരു വർത്തമാനം, കോപാകുലനായിക്കൊണ്ട് ഫിറഔൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ കൈകാലുകൾ ഞാൻ ഛേദിക്കും, ശേഷം ജീവനോടുകൂടി നിങ്ങളെ കുരിശിൽ തറക്കുന്നതാണ്. ഇത് കേട്ട സമയത്ത് അവര് മറുപടി പറയുന്നത്, ഇന്ന ഇലാ റബ്ബിന മുൻഖലിബൂൻ, എന്തായാലും എന്താണ് പ്രശ്നം? ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്കാണല്ലോ തിരിച്ചു പോകുന്നത്. വമാ തൻഖിബു മിന്നാ ഇല്ലാ അൻ ആമന്നാ ബി ആയാതി റബ്ബിന, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നത് മാത്രമാണല്ലോ നീ ഞങ്ങളിൽ കാണുന്ന തെറ്റ്, അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട്
അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റബ്ബന അഫ്രിഖ് അലൈനാ സബറ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ക്ഷമ നൽകണമേ, വതവഫനാ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളാക്കി നീ ഞങ്ങളെ മരിപ്പിക്കണമേ. ഇത് എപ്പോഴാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്? വധശിക്ഷ നടപ്പിലാക്കപ്പെടാൻ പോകുമ്പോൾ ഈ ഇസ്ലാമിന് വേണ്ടി എല്ലാം ത്യജിച്ചതിന് ശേഷം അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, വതവഫനാ മുസ്ലിമീൻ, അള്ളാഹുവേ ഈ ഇസ്ലാമിനെ ഞങ്ങൾ നീ എടുത്തു കളയരുതേ, ആ ഇസ്ലാം ഏത് സമയവും ഞങ്ങൾക്ക് നഷ്ടമായേക്കാം, അതുകൊണ്ട് ഞങ്ങളെ മുസ്ലിമീങ്ങളായി തന്നെ നീ മരിപ്പിക്കണമേ. അവരെന്തൊക്കെയാണ് ഈ ലോകത്ത് വേണ്ടെന്ന് വെച്ചത്? അവരെത്തിയ സന്ദർഭത്തിൽ ഫിർഔനുമായിട്ട് സംസാരിക്കുന്ന സംഭാഷണവും ഖുർആൻ തൊട്ടുമുമ്പ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവർ പറഞ്ഞപ്പോ അവർ ചോദിക്കുന്നുണ്ട്, ഇന്നലനാല അജറൻ ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ, ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വല്ല പ്രതിഫലം ഉണ്ടോ? ആ സമയത്ത് ഫിർഔൻ പറയുന്ന മറുപടി, ഞാൻ പ്രതിഫലമുണ്ടെന്ന് മാത്രമല്ല വ ഇന്നകും ലമിനൽ മുഖറബീൻ, നിങ്ങൾ എന്റെ അടുപ്പക്കാരിൽ പെടും. ചില സമയങ്ങളിൽ സമ്പത്തിനേക്കാൾ നമുക്ക് വിലയുണ്ടാകുക ചില ബന്ധങ്ങളാണ് രാഷ്ട്രീയത്തിൽ, അതിൽ അർത്ഥത്തിൽ പ്രമുഖരുമായിട്ടുള്ള ബന്ധങ്ങളാണ്. അപ്പൊ ഫിർഔൻ തന്റെ സമ്പത്തിൽ നിന്ന് വലിയൊരു അളവ് നിങ്ങൾക്ക് നൽകുമെന്ന് മാത്രമല്ല നിങ്ങൾ എന്റെ അടുത്ത ആളുകളിൽ പെടും എന്നൊക്കെ വാഗ്ദാനം അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഭൗതികമായ സ്ഥാനമാനങ്ങളും സമ്പത്തുമെല്ലാം അവർ വേണ്ടെന്ന് വെച്ചു. പകരം വേദനയേറിയ കഴുമരം അവർ തിരഞ്ഞെടുത്തു. ഇതിനുശേഷവും തങ്ങളുടെ ഹിദായത്തിന്റെ കാര്യത്തിൽ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനോട് മുസ്ലിമീങ്ങളായി മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഈ ഇസ്ലാമിനോട് എന്താണ് ത്യജിച്ചിട്ടുള്ളത്? ഒന്നും ത്യജിക്കാതെ തന്നെ നമ്മൾ കരുതിയിരിക്കുന്നത് എന്താണ്? നമ്മൾ പരിപൂർണരായ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ ഈ ഹിദായത്തിന്റെ ഉടമസ്ഥരാണ്, മറ്റുള്ളവർക്ക് നൽകാൻ കെൽപ്പുള്ളവരാണ്. ഇങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്. മറ്റു ചില മുസ്ലിമീങ്ങളെ പറ്റിയും സൂറ ആലി ഇമ്രാനിൽ നമുക്ക് കാണാൻ കഴിയും. സദാസമയവും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ നടത്തുന്ന ചില പ്രാർത്ഥനയാണ്. യസ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ഈ ലോകത്ത് എന്ത് കാണുമ്പോഴും പടച്ചവന് ഓർമ്മ വരുന്ന സൂക്ഷ്മാലുക്കളായ ചില ആളുകൾ അവർ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. അബ്റാറുകളുടെ കൂട്ടത്തിൽ റബ്ബേ നീ ഞങ്ങളെ മരിപ്പിക്കണമേ എന്നാണ് സദാസമയവും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെപ്പോഴും അതേ സംബന്ധിച്ച് ഭയന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മരണം ഈ ഹിദായത്തിൽ തന്നെ ആയിരിക്കുമോ എന്നതിനെ സംബന്ധിച്ച് അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സൂറ ആല ഇമ്രാനിൽ തന്നെ പടച്ചവനെ പറ്റിയുള്ള ബോധ്യം ഹൃദയത്തിൽ രൂഢമൂലമായി ഉറച്ച അർ-റാസിഖൂന ഫിൽ ഇൽം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ചില ആളുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കാണാം. അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ ഈ ഹിദായത്ത് നൽകിയതിനു ശേഷം ഇത് ഞങ്ങളിൽ നിന്ന് തിരിച്ചെടുക്കരുത്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, ഞങ്ങളോട് കരുണ ചെയ്യണം. കാരണം ഈ ഹിദായത്ത് തിരിച്ചെടുക്കാൻ അത്തരത്തിലുള്ള പിഴവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയേക്കാം. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, അതുകൊണ്ട് നീ ഞങ്ങളോട് കരുണ ചെയ്തുകൊണ്ട് ഈ ഹിദായത്ത് ഞങ്ങളിൽ തന്നെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അർ-റാസിഖൂന ഫിൽ ഇൽം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച അല്ലാഹുവിനെ പറ്റിയുള്ള ബോധ്യം ഹൃദയത്തിലെ രൂഢമൂലമായ ആളുകളെ സംബന്ധിച്ചാണ്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കാണാം. വഖാലു അൽഹംദുലില്ലാഹി, അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീൽ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് ഈ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് എനിക്ക് പദവി നൽകി, എനിക്ക് അന്നത്തെ ഏറ്റവും വലിയ വിജ്ഞാനമായ സ്വപ്നവ്യാഖ്യാനത്തിന് നീ കഴിവ് നൽകി. പക്ഷേ അതല്ല വിജയം എന്ന് യൂസുഫ് അലൈഹി ഇസ്ലാം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എടുത്തു പറഞ്ഞ ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കാണ് തവഫനി മുസ്ലിമ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചവനെ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ, നീ എന്നെ സാലിഹീങ്ങളിൽ ചേർക്കണമേ. ആരാണ് പ്രാർത്ഥിക്കുന്നത്? സാക്ഷാൽ യൂസുഫ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കാണ്. ആ പ്രാർത്ഥനയാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. സ്വർഗ്ഗത്തിലെത്തിയാൽ പോലും വിശ്വാസികൾ പറയുന്ന ഒരു പ്രാർത്ഥന സൂറത്തുൽ അഹ്റാഫിൽ കാണാം. വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഞങ്ങൾ അല്ലാഹുവിനാണ് സർവസ്തുതിയും, അവനാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹ് ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഹിദായത്തിലാകുമായിരുന്നില്ല. ആ സമയത്ത് മലക്കുകൾ അവരോട് പറയും വനൂദു അൻ തിൽകുമുൽ ജന്നത അൻ തിൽകുമുൽ ജന്നതു അല്ലതി വൻ തിൽകുമുൽ ജന്ന ഊരിസ്തുമുഹാ ബിമാ കുൻതും തഅമലൂൻ. ഇതാണ് ആ സ്വർഗ്ഗം, നിങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള സ്വർഗ്ഗം ഇതാണ്. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി. അത് മലക്കുകൾ അവരോട് പറയും നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായുള്ള സ്വർഗ്ഗം ഇതാ. പക്ഷെ അവർ സ്വയം പറയാ ഞങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ലഭിച്ച സ്വർഗ്ഗമെന്നല്ല. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹ് ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതുകൊണ്ട് ഞങ്ങളിവിടെ എത്തിച്ചേർന്നു എന്നാണ് സ്വർഗ്ഗത്തിലെത്തുമ്പോഴും അവർ പറയാന്നുള്ളതാണ്. ഈ അർത്ഥത്തിലൊരു താഴ്മയാണ് യഥാർത്ഥത്തിലുള്ള മുഹ്തദീങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ അർത്ഥത്തിലൊരു താഴ്മ ഹിദായത്തിനെ സംബന്ധിച്ച്, ആ അർത്ഥത്തിലൊരു താഴ്മയോടുകൂടി ഒരു മനോഭാവം നമ്മളിൽ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക.
ഞാൻ മുനാഫിഖായി പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് കരഞ്ഞ സഹാബി, അത് ഏതെങ്കിലും ഒരു മുനാഫിഖ് അങ്ങനെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ടില്ല. മറിച്ച് പ്രവാചകന്റെ പ്രിയങ്കരനായ സഹാബിയായ ഹല്ലല റളിയല്ലാഹു അൻഹാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ റളിയല്ലാഹു അൻഹും വറദു അൻ എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് നൽകിയ, സാക്ഷ്യം നൽകിയ ആ ആളുകള് ഞാനിതാ മുനാഫിഖായി പോയിരിക്കുന്നു പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിന്റെ മുന്നിൽ വന്നിട്ട് കരയാണ്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ എന്ന് പറയുന്ന പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പ്രവാചകൻ താങ്കൾക്ക് നൽകിയ കപടവിശ്വാസികളുടെ ലിസ്റ്റിൽ എന്റെ പേരുണ്ടോ എന്ന് ചോദിച്ചത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് യഥാർത്ഥ സത്യവിശ്വാസികൾ എങ്ങനെയായിരുന്നു അവരുടെ സ്വന്തത്തിന്റെ ഹിദായത്തിനെ പറ്റി അവരെങ്ങനെയായിരുന്നു മനസ്സിലാക്കിയിരുന്നത്, എത്രമാത്രം താഴ്മയോടുകൂടിയായിരുന്നു അവർ സ്വന്തത്തെ കരുതിയിരുന്നത് നമ്മൾ ആലോചിച്ചു. എത്ര ഭയപ്പാടോടുകൂടിയായിരുന്നു അവർ ജീവിച്ചിരിക്കുന്നത്. വിശ്വാസികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് മുഴുവനും ഈ ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു തത്രപ്പാടാണ്. ആ ഒരു വ്യഗ്രതയാണ് വിശ്വാസികളുടെ ജീവിതത്തിന്റെ ആകെ തുക എന്നുള്ളത്. മറ്റു ചില ആളുകളെ പറ്റിയും ഖുർആൻ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. ചില അഹങ്കാരികളായ ആളുകൾ, മറ്റുള്ളവരെ മോശക്കാരായി കാണുന്ന, മറ്റുള്ളവർ വഴിപിഴച്ചവരാണ്, ഞാനാണ് എല്ലാം തികഞ്ഞവൻ, എന്റെ ഹിദായത്ത് പരിപൂർണമാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ചില അഹങ്കാരികളായ ചില ആളുകളുടെ പര്യവസാനത്തെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ആറാഫിലുള്ള ആളുകൾ സ്വർഗത്തിലോ നരകത്തിലോ പ്രവേശിക്കാതെ അതിന്റെ മധ്യഭാഗത്ത് കുടുങ്ങിപ്പോയ ആളുകൾ സ്വർഗവാസികളോടും സംസാരിക്കുന്നുണ്ട്, നരകവാസികളോടും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സ്വർഗവാസികളോട് സംസാരിച്ചതിന് ശേഷം നരകവാസികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഈ ആറാഫിലുള്ള ആളുകൾ ചോദിക്കും, മാ അഗ്ന അൻകും ജംഉക്കും വമാ കുൻതും തസ്തക്ബിറൂൻ, നിങ്ങളുടെ ആൾബലവും ആൾക്കൂട്ടവും നിങ്ങളുടെ ആ അർത്ഥത്തിലുള്ള സംഘടനയൊന്നും നിങ്ങൾക്ക് ഒരു ഫലവും ചെയ്തില്ലല്ലോ. വമാ കുൻതും തസ്തക്ബിറൂൻ, നിങ്ങൾ അഹങ്കരിച്ചുകൊണ്ടിരുന്ന ഒന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഉപകാരപ്പെട്ടിട്ടില്ലല്ലോ. അഹാഉലാഇല്ലദീന അഖ്സംതും ലാ യനാലുഹുമുല്ലാഹു ബിറഹ്മ, ശേഷം അവർ സ്വർഗവാസികളെ ചൂണ്ടിക്കൊണ്ട് ഈ നരകത്തിലുള്ള ആളുകളോട് ചോദിക്കും, അഹാഉലാഇല്ലദീന അഖ്സംതും ലാ യനാലുഹുമുല്ലാഹു ബിറഹ്മ, ഇവരെ പറ്റിയല്ലേ നിങ്ങൾ പറഞ്ഞത് ഇവരൊക്കെ ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിന് അർഹരല്ലാത്ത ആളുകളാണ്, ഇവരൊരിക്കലും അള്ളാഹുവിന്റെ കരുണക്ക് അർഹരല്ല എന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞ ആളുകളല്ലേ ഇത്? ഉദ്ഖുലുൽ ജന്ന, അവരോട് പറയപ്പെട്ടിരിക്കുന്നു ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ലാ ഖൗഫുൻ അലൈക്കും വലാ അൻതും തഹ്സനൂൻ, നിങ്ങൾ ഇന്ന് സങ്കടപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് ഇന്ന് യാതൊരു അർത്ഥത്തിലുള്ള സങ്കടപ്പെടാനുള്ള ഭയക്കാനുള്ള ഒരു കാരണവും നിങ്ങൾക്കിന്നില്ല എന്ന് അവരോട് പറയപ്പെട്ടിരിക്കുന്നു. നിങ്ങളിതാ ഇപ്പോഴും ഈ നരകത്തിൽ കിടക്കുകയാണ് എന്ന് ഈ അറാഫിലുള്ള ആളുകൾ നരകത്തിലെ ആളുകളോട് ചോദിക്കും. നരകത്തിൽ പ്രവേശിക്കുന്ന മറ്റു ചില ആളുകളുടെ സംഭാഷണം സൂറത്ത് സ്വാദിൽ കാണാൻ കഴിയും. ഖാലു റബ്ബനാ മൻ ഖദ്ദമ ലനാ ഹാദാ ഫസിദ്ഹു അദാബൻ ളഅഫൻ ഫിന്നാർ, നരകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ പറയും, പടച്ചവനെ ഈ ആളുകൾ കാരണമാണ് ഞങ്ങൾ വഴിതെറ്റിയത്, ഇവർക്ക് കൂടുതൽ ശിക്ഷ നൽകുക. ശേഷം അവർ നരകത്തിലേക്ക് നോക്കും, എന്നിട്ട് പറയും വഖാലു മാലനാ ലാ നറാ റിജാലൻ കുന്നാ നഉദ്ദുഹും മിനൽ അശ്റാർ, സൂറ സ്വാദിലെ 62-ാമത്തെ ആയത്താണ്. അവർ പറയും, ഞങ്ങൾക്ക് എന്ത് പറ്റി? മാലന ലാ നറാ റിജാലൻ കുന്നാ നഉദ്ദുഹും മിനൽ അശ്റാർ, ഞങ്ങൾ മോശക്കാരായി ഗണിച്ചിരുന്ന, മോശക്കാരായി നമ്മൾ മനസ്സിലാക്കിയിരുന്ന ആളുകളെ ഇവിടെ കാണുന്നില്ലല്ലോ. അത്തഖദ്നാഹും സുഖ്രിയൻ, ഞങ്ങൾ അവരെ പരിഹസിക്കാറുണ്ടായിരുന്നു, ഞങ്ങൾ അവരെ കളിയാക്കാറുണ്ടായിരുന്നു, അവര് നരകവാസികളാണ് എന്നായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷേ ഈ നരകത്തിൽ അവരെ കാണുന്നില്ലല്ലോ. അത്തഖദ്നാഹും സുഖ്രിയൻ അം സാഗത് അൻഹുൽ അബ്സാർ ഇന്ന ദാലിക ലഹഖുൻ തഖാസുമു അഹ്ലി നാർ. ഖുർആൻ പറയാണ്, തീർച്ചയായും ഇത് നരകത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന, അവർക്കിടയിൽ സംഭവിക്കാനിരിക്കുന്ന ചില തർക്കങ്ങളാണ്, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങേറ്റം താഴ്മയുള്ളവരാകേണ്ടതുണ്ട്. നമ്മുടെ ഹിദായത്തിനെ അങ്ങേറ്റം നമ്മൾ ഭയക്കേണ്ടതുണ്ട്. അത് ഒരിക്കലും നമ്മുടെ പോക്കറ്റിലാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഏത് നിമിഷവും അത് നമ്മളിൽ നിന്ന് ഊരിപ്പോയേക്കാം. അള്ളാഹുവിന്റെ അടുക്കൽ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം വിലപിടിപ്പുള്ള ഒന്നാണ്. അതിനെ നാം വിലമതിക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഹിദായത്ത് നമ്മളിൽ നഷ്ടപ്പെടും. പണ്ഡിതര് പല രൂപത്തിലുള്ള ഹിദായത്തുകളെ വിശദീകരിക്കുന്നുണ്ട്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഹിദായത്ത്, ആദർശപരമായിട്ടുള്ള ഹിദായത്താണ്, തൗഹീദാണ്. രണ്ടാമത്തെ ഹിദായത്ത് നന്മകളിൽ ചെയ്യാനുള്ള ഭാഗ്യമാണ്, തൗഫീഖാണ്. ചില ആളുകൾക്ക് ഈ രണ്ടാമത്തെ ഹിദായത്തായിരിക്കും ആദ്യം നഷ്ടപ്പെടുക. നന്മകളിൽ ചെയ്യാനുള്ള, നന്മകളിൽ ഭാഗവത്താകാനുള്ള, ഇബാദത്തുകളിൽ കർമ്മനിരതരാകാനുള്ള മഹാഭാഗ്യം ചിലപ്പോൾ അവർക്ക് നഷ്ടപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും മുഹ്തദീങ്ങളായി, നാം ഏവരെയും യഥാർത്ഥ ഹിദായത്ത് ലഭിച്ചിട്ടുള്ള ആളുകളായി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. അങ്ങേറ്റം താഴ്മയുള്ള ഹിദായത്ത് മരിക്കുവോളം നഷ്ടപ്പെടാത്ത ആളുകളായി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. ഓരോ ജുമായിലും മിമ്പറിലും നമ്മൾ കേൾക്കുന്ന വസിയത്താണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ
ഹഖ്ഖ തുഖാതി, തഖ്വ ചെയ്യേണ്ട വിധം മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, തഖ്വ ചെയ്യുക. ശേഷം വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായി ജീവിക്കണമെന്നല്ല ഖുർആൻ പറഞ്ഞത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളല്ല ആയിട്ടല്ലാതെ മരിക്കരുത്. കാരണം മുസ്ലിമീങ്ങളായി ജീവിച്ച് ഇസ്ലാമിലല്ലാതെ മരണപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ഹിദായത്തിൽ ലഭിച്ചിട്ടും ഹിദായത്തിലല്ലാതെ മരണപ്പെട്ടു പോകുന്ന ആഖിബത്ത് മോശമായി പോകുന്ന നിരവധി ആളുകളുണ്ട്. അതുകൊണ്ട് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, പര്യവസാനം നന്മയായിരിക്കാൻ, നല്ലതിലായിരിക്കാൻ, ഹിദായത്തിലായിരിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. പടച്ചവൻ നമ്മെ ഏവരെയും താഴ്മയുള്ള വിശ്വാസികളാക്കി മാറ്റുമാറാകട്ടെ. നമുക്കും നാവുമായി ബന്ധപ്പെട്ട ആളുകൾക്കും അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ അനുഗ്രഹത്തെ വിലമതിക്കാനും അതിനോട് നീതി പുലർത്താനും പടച്ചവൻ അതിന് നന്ദി കാണിക്കാനുമുള്ള ശുക്ർ കാണിക്കാനുള്ള ഭാഗ്യം പടച്ചവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.